എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ചറിയാൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം R1 പോയിട്ട് R1ൻ്റെ ഇവിടെ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ഓപ്ഷൻ എടുക്കുന്നവർക്ക് ചാൻസ് എടുക്കാം, ചെറിയൊരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു റിസ്കിൽ. അപ്പോൾ എൻട്രി എടുത്താൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ നല്ലൊരു മൂവ്മെൻറ്റിന് ശേഷം ഇവിടെ ശ്രദ്ധിച്ചില്ല, CPൻ്റെ ലോവർ ലെവലിന് താഴെ പോയി അതിനുശേഷം തിരിച്ച് കയറി ആ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിന്നു. പക്ഷേ അധികം പിന്നീട് കയറിയില്ല. ഒരു CPRനുള്ളിൽ തന്നെ നിന്നുള്ള ട്രേഡിംഗ് ആയിരുന്നു. ഈ റേഞ്ചിലുള്ള ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ പ്രീമിയം ഓപ്ഷൻസിൻ്റെ മെൽറ്റ് ആവും. പക്ഷേ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതിനകത്തും ഓപ്പണിങ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നല്ല രീതിയിൽ കയറിപ്പോയി. പക്ഷെ R1 പോയില്ല. ഇതിനകത്ത് പക്ഷേങ്കിൽ നമുക്ക് VWMAയുടെ ചാൻസ് അതിനകത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഞാൻ സാധാരണ നോക്കാറുള്ളത്. അത് ജസ്റ്റ് പറഞ്ഞു, ഞാൻ നേരത്തെ 20 ML അതുപോലെ ചെയ്യുമായിരുന്നു. ഇവിടെ നോക്കി അറിയാം, ഇപ്പോൾ ക്യാൻഡിൽ ഈ VWMAയുടെ മുകളിൽ പോയി, അതിനുശേഷം VWMAയുടെ താഴെ ഇവിടെ ക്യാൻഡിൽ കട്ടായി. പക്ഷേ അവിടെ നിന്നില്ല, അത് വന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നോക്കി, അത് വേണമെങ്കിൽ പറയാം ഇത് ഇവിടെ ക്ലോസ് ആയിരുന്നു നമുക്ക്. പക്ഷേ ഈ ക്യാൻഡിൽ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് അടുത്ത ഈ ഡോജി ക്യാൻഡിൽ നോക്കുക. ഈ ഡോജി ക്യാൻഡിൽ VWMAയുടെ താഴെ ക്ലോസ് ആയി. പക്ഷെ അതിൻ്റെ താഴെ അതിൻ്റെ ലോ അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ പുട്ട് ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഹെവി മൂവ്മെൻറ്റ് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ എൻട്രി വന്നിട്ട് ഇവിടെ ഒരു എൻട്രി എടുത്താൽ നോക്കി 55,197 എന്ന് 54,650 വരെ വൺ സൈഡ് മൂവ്മെൻറ്റ്. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചാൽ മതി. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബൈങ്ങിൻ്റെ വേണമെങ്കിൽ നോക്കാം. പക്ഷെ വലിയ ക്യാൻഡിലാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ ചാൻസ് തരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം പിന്നീട് അത് സൈഡ് വൈസ് മൂവ്മെൻറ്റാണ്. ഇവിടെ ക്യാൻഡിൽ ഇതിന് VWMAയുടെ മുകളിൽ ക്ലോസ് ആയി അതിൻ്റെ ഹൈ കട്ട് ചെയ്ത് നമ്മളിവിടെ എൻട്രി എടുക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ. പക്ഷേ നമുക്കൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടും, 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, വലിയ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. പക്ഷേ അത് വെച്ചുകൊണ്ടിരുന്ന ആ സമയം മൂവ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ അതിന് ശേഷം വെച്ചുകൊണ്ടിരുന്നാലും ഹൈലാണ് നിൽക്കുന്നതെങ്കിലും പ്രീമിയം മെൽറ്റായിട്ട് പോകും. ഓക്കെ, നിഫ്റ്റി ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി അതുപോലെ തന്നെ നിഫ്റ്റിക്കകത്ത് പക്ഷേങ്കിൽ നമുക്ക് CPRൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചാൻസ് ഉണ്ട്. CPRൻ്റെ ഇത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ അതിൻ്റെ ഇവിടെ ഹൈ അടിച്ചു ഇറങ്ങി, നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു ഓപ്ഷനകത്താണെങ്കിൽ പോലെ ഒരു 4-5 പോയിൻറ്റിൻ്റെ ഒരു ഇതായിരിക്കാം വരുന്നത്. അവിടെ അത് പക്ഷേ ഇതിവിടെ അടിച്ചു പോകും. പക്ഷേങ്കിൽ നമ്മുടെ CPR നമ്മൾ ചെയ്യാറുള്ള ലെവലിൻ്റെ അത് ഹൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്ന നോക്കണം. പോയിട്ടില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങി. തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കും. ഇവിടുന്ന് നല്ല ഹെവി മൂവ്മെൻറ്റ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലോട്ടായിരിക്കണം. സ്റ്റോപ്പ് ലോസ് ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം. ഈ ലൈനിൻ്റെ മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം 24,900 റേഞ്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24,650 അല്ലെങ്കിൽ 24,700, 750 ആ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷനകത്ത്. അത് നോക്കിയെടുക്കുന്നവർക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് VWMA ആണെങ്കിൽ ഈ ക്യാൻഡിൽ വന്നിട്ട് താഴെ ക്ലോസ് ആയി. ക്യാൻഡിൽ താഴെ ഈ VWMAയുടെ താഴെ ക്ലോസ് ആയിട്ട് അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഇപ്പം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത് ഈ ലോ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ്, ഇതിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ്, ഇവിടെ എൻട്രി. ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് VWMA വെച്ചിട്ടാണെങ്കിൽ പോലും. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, VWMA വെച്ച് നമ്മളിപ്പം ഇതിന് മുകളിൽ ഇവിടെ ഈ ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ എൻട്രി എടുത്തു, നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ അത് ചെറിയ സ്റ്റോപ്പ് ലോസ് ഹെവി മൂവ്മെൻറ്റ് കിട്ടും. ചില സമയത്തല്ല കൂടുതലും കിട്ടും, ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും.
അങ്ങനെ ചെയ്യുന്ന ചാൻസ് നോക്കുന്നവർക്ക് നല്ല രീതിയിൽ ആ റേഞ്ച് അങ്ങനെ VWMA വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. എന്തായാലും മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇപ്പോഴും 25,200 മുന്നോട്ട് കഷ്ടപ്പെട്ടേ പോകാൻ ചാൻസ് ഉള്ളൂ. താഴോട്ട് വരാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ തത്വചിന്തൻ ഇന്നലെ നമ്മൾ എടുത്തിരുന്ന ഷെയറാണ് ഈ കാണുന്നതൊക്കെ. തത്വചിന്തനകത്ത് നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ആൽക്കലിക്കകത്ത് നമുക്ക് കണ്ട് ഇന്നലെ അപ്പർ സർക്യൂട്ട് അടിച്ച് നിൽക്കുമായിരുന്നു ഒറ്റ റേറ്റിൽ തന്നെ. അതുകൊണ്ടാണ് ഇതിനകത്ത് R1, R2, R3 ഒന്നും ഇല്ലാത്തത്. എല്ലാം സെയിം ആണ്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. അപ്പോൾ ഹൈയുടെ താഴെ നമ്മളിവിടെ എൻട്രി എടുത്താൽ 108 എൻട്രി എടുത്താൽ നമുക്ക് 102.5 വരെ കിട്ടുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. HLE ഗ്ലാസിനകത്താണെങ്കിൽ നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ചാൻസ് ഇവിടെ കണ്ടില്ലേ. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെവലെല്ലാം കയറി പോകാൻ. അപ്പോൾ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ മുകളിൽ കയറിയ സമയത്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ 390 റേഞ്ച് എന്നത് 374 വരെ വരുന്നുണ്ട്. അതിനുശേഷം പുതിയൊരു പ്രൊഡിക്റ്റീവ് ചാനൽ യൂസ് ആക്കും, നല്ലൊരു മൂവ്മെൻറ്റ് വന്ന് അടുത്ത ഇത് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഹൈ റേഞ്ച് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ ന്യൂജൻ ചാൻസ് ഇല്ല, പോളിമേഴ്സിനകത്തും ചാൻസ് ഇല്ല, NDTV ചാൻസ് ഇല്ല, CCLനകത്തും പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണെങ്കിൽ ചാൻസ് ഉണ്ട്, അല്ലാത്തതിനകത്തില്ല. ശൈലി എഞ്ചിനീയറിങ്ങിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ നോക്കണ്ട, CPR വെച്ച് നോക്കുക. CPR വെച്ചിട്ട് ഇവിടെ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് ഹൈയുടെ താഴെ വരുമ്പോൾ ഇവിടെ 1816-15 റേഞ്ച് എടുത്ത് 1778 നല്ല പ്രോഫിറ്റോടെ വരുന്നുണ്ട്. സെൻസാറിനകത്തും ചാൻസ് ഇല്ല, കിരി ഇൻഡസ്ട്രീസ് ചാൻസ് ഇല്ല, ജൂബിലൻ ഫാർമയ്ക്കകത്തുണ്ട്. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 അടിച്ചു, റിവേഴ്സായി. അപ്പോൾ R2 ഇവിടെ നമ്മൾ എൻട്രി ചെയ്താൽ 1045 എൻട്രി ചെയ്താൽ നമുക്ക് 979 വരെ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ചാൻസ് വരുന്നതെന്ന് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നോക്കി, നസറ ടെക്നോളജിക്കകത്ത് R1 മുകളിൽ പോയിട്ടുണ്ട്. R1 താഴെ വന്ന് ഇവിടെ എൻട്രി എടുത്താൽ 1312 എൻട്രി എടുത്താൽ 1277 വരെ. പിന്നെ അതിൻ്റെ ഹൈ അടിച്ചിട്ടില്ല. റെഡിങ്ടനകത്ത് ഞാൻ ആവറേജ് ഇന്നലത്തെ ആവറേജ് 291 ആ റേഞ്ചിൽ തന്നെ നിന്ന് കളിച്ചു, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ. 2 രൂപയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ചാൻസേ ഇല്ല അതിനകത്ത്. 2 രൂപയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് കാര്യമില്ല, ഇതിനകത്ത് ചാൻസ് ഇല്ല. ഒരു 4-5 ഷെയറിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു 10-15 ഷെയർ സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഷെയർസിനകത്ത് നമുക്ക് ചാൻസ് വരുന്ന ഷെയർസ് മാത്രം എൻട്രി ചെയ്യുക. നമുക്ക് പല സ്ട്രാറ്റജി അറിയാം. ഇപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് CPR ആണ്. CPRൻ്റെ ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡിക്റ്റീവ് ചാനൽ വയ്ക്കും. അപ്പം CPRൻ്റെ ചാനൽ ഇല്ലാത്ത ഷെയറിനകത്ത് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് ചാൻസ് എടുക്കും. പക്ഷേ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. സ്കാൾപ്പിംഗ് മോഡൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ട്രേഡിങ്. ഞാൻ ട്രേഡിങ്ങിൽ അധികമില്ലായിരുന്നു. ഞാൻ ചെറിയ എൻട്രി എടുത്ത് ചെറിയൊരു പ്രോഫിറ്റ്, 1000 താഴെ ഒരു പ്രോഫിറ്റ് എൻ്റെ ഉള്ളൂ. ഞാൻ ഇന്ന് ബിസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളത്തേക്ക് നമ്മൾ 12 ഷെയർ വന്നിട്ടുണ്ട്. 12 ഷെയറിനകത്ത് ABI ഇൻഫ്ര 20%, ഇത് TTML 80%. TTMLനകത്ത് ഓപ്പണിങ്ങിൽ തന്നെ R1, R2 റേഞ്ചൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ്, R2 കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. JK ടയറിനകത്തും ഹൈ R1 റേഞ്ചിൽ കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും ഓപ്പണിങ്ങിൽ. ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പണിങ്ങിൽ ഈ റേഞ്ചിൽ കിട്ടണം. ഓപ്പണിങ്ങിൽ ഒരു 5 മിനിറ്റ് ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. QP പവർ അതും ഹൈയിലാണ് ക്ലോസിങ്. R1 റേഞ്ച് ശ്രദ്ധിക്കുക, R1, R2 റേഞ്ച് എന്ന് ചാൻസ് കൂടുതൽ. ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റിൽ R1, R2 റേഞ്ചിലോട്ട് പോയെങ്കിൽ അവിടുന്ന് നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യ നാളെ ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് ഹൈ വന്നെങ്കിൽ നല്ല ചാൻസാണ്. ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. ഹൈ അടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓപ്പണിങ് ഷെയർ ഹൈ ഓപ്പൺ ചെയ്ത് ഹൈയിലോട്ട് പോയി
ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്. അതല്ല ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈ അടിച്ചിട്ട് അന്നേരം എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വെച്ചോണ്ടിരിക്കരുത്. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ അതും ചിലപ്പോൾ 800 റേഞ്ച് പോയിട്ട് 800 റേഞ്ച് പോകുമ്പോൾ അറിയത്തില്ല. ഇതിൻ്റെ ക്രോസിങ് ഇച്ചിരി വീക്കായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ ക്ലോസ് എന്തായാലും ഓപ്പണിങ്ങിൽ നല്ല മാർക്കറ്റ് പ്ലസ് വന്ന് ഈ ഹൈയും R1 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കുക. അതിൻ്റെ ബജറ്റിനകത്തും R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഒരു നല്ല ചാൻസ് പ്രതീക്ഷിക്കുക. HLE ഗ്ലാസും ഹൈയും R1 അടുത്താണ്. ഈ 2 ലെവലിലെ മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങാൻ നമുക്കൊരു നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. ഗോൾഡ് ഡിജിറ്റിനകത്ത് ഹൈ R1 R2 ഈ 3 റേഞ്ച് ഓപ്പണിംഗ് തന്നെ ഈ ഒരു റേഞ്ച് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഇറക്കമാണ്. L&T ഫുഡ് ഹൈ R1 ഈ 2 റേഞ്ചും ഇതിനകത്തും അതുപോലെ തന്നെ. സിയറ്റ് ലിമിറ്റഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. സിയറ്റ് ലിമിറ്റഡിൻ്റെ ആവറേജ് നോക്കിയേ 3916. ഈ ഷെയർ വീക്കാണ്. നല്ല റിസൾട്ട് വന്നതിന് ശേഷം നല്ല മൂവ്മെൻറ്റ് കൊടുത്തു. ഇന്നത്തെ മൂവ്മെൻറ്റ് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇത് കണ്ട് 3916 ആവറേജാണ്. ചിലപ്പോൾ ഈ റേഞ്ചിലോട്ട് പോകാം. 3927 പോയിട്ട് ഈ ആവറേജിന് താഴെ നിൽക്കാൻ തുടങ്ങിയാൽ വീണ്ടും നല്ല സെല്ലിങ് ഈ ഷെയറിനകത്ത് വരും. അപ്പോൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഷെയർ ഈ സിയറ്റ് ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ AB ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ. AB ഇൻഫ്ര ഓപ്പണിങ്ങിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് കിട്ടി. ഈ R2 ലെവലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടും. R1 ആണെങ്കിൽ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ നോക്കിയാൽ ചെയ്യാം. അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് ചെയ്യാവും. അപ്പം ശ്രദ്ധിക്കേണ്ട 3 ഷെയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ മാർക്കറ്റ് ടൈമിൽ ലൈവ് മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾ തന്നെ ചെയ്യുക. അതിനകത്ത് ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിലാണെങ്കിൽ ഒന്നും ഞാൻ ലൈവിൽ വരില്ല, കാരണം ഞാനും ട്രേഡിങ്ങിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സ്ട്രാറ്റജി പഠിച്ചവർക്ക് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.